Okay, good afternoon students. നമ്മളന്ന് CMA Inter SM-ൻ്റെ ലൈവ് സെഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ SM-ൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് CMA Interൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൽ പേപ്പർ 9 ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രണ്ട് സബ്ജക്റ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള പേപ്പറാണ്. അതിൽ 60 മാർക്സിൻ്റെ പോർഷൻ വരുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്, 40 മാർക്സിൻ്റെ പോർഷൻ വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. ഈ സബ്ജക്റ്റിൻ്റെ റെലവൻസും പ്രാക്ടിക്കലി ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ കരിയറിൽ ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും, എത്രത്തോളം നിങ്ങളുടെ ലൈക്ക് ഫ്യൂച്ചർ പാക്കേജസിലൊക്കെ എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് ഇത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സസിൽ റെഗുലർ ക്ലാസ്സസിൽ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര അധികം പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുള്ള ഒരു പേപ്പറാണിത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെപ്പറേറ്റ് ഒരു സെഷൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെപ്പറേറ്റ് ഒരു സെഷൻ, MCQ ഡിസ്കഷന് വേണ്ടി വേറൊരു സെഷൻ എന്നുള്ളതായിരുന്നു ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതൊരു 40 മാർക്സിൻ്റെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ 3 സെഷൻ ആക്കുന്നതിന് പകരം നിങ്ങളുടെ ടൈം എഫക്റ്റീവ് ആക്കുന്ന രീതിയിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 3 കൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ MCQs ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഡിസ്കഷനാണ്. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ലൈക്ക് റിപ്പീറ്റേഷൻസ് വരും. ഇപ്പോൾ ചില MCQയിൽ ഓൾറെഡി ഒരു എക്സാമിന് ചോദിച്ച MCQന് ചിലപ്പം പ്രീവിയസ് ഇയറിൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചില MCQ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCQs ആയിരിക്കും. അപ്പോൾ MCQസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CMA Inter SM-ൻ്റെ കേസിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഭയങ്കര വാസ്റ്റാണ്. SM-ൽ മാത്രമല്ല, പൊതുവേ CMAയുടെ സ്റ്റഡി മെറ്റീരിയലെല്ലാം തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് യൂഷ്വലി കുട്ടികൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് മാക്സിമം എഫക്റ്റീവ് ആവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസിലെ പോർഷൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാണ്. അതേസമയം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സ്പെസിഫിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാം നിങ്ങളുടെ മെറ്റീരിയൽ ഉള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ഉത്തരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലായിട്ടുള്ള ഫെമിലിയാരിറ്റി പുലർത്തിയാൽ മാത്രമേ ഒബ്ജക്റ്റീവിൽ 6 ചോദ്യങ്ങളിൽ 6 ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന് മുന്നേ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് മാക്സിമം SM എന്നുള്ളത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ തന്നെ ലൈക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഒബ്ജക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കോറിങ്ങിൽ. കാരണം 6 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x2 12 മാർക്കിന് വരെ സാധ്യതയുള്ള ലൈക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. കറക്റ്റാക്കി കഴിഞ്ഞാൽ കറക്റ്റ് 12 മാർക്ക് തന്നെ കിട്ടും, തെറ്റിയാൽ ഫുൾ മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റീവ് നിങ്ങളുടെ സ്കോറിങ് നല്ല മാർക്ക് എടുക്കുന്നതിൽ വളരെയധികം നല്ല രീതിയിൽ പങ്ക് വഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 12 മാർക്കിന് ഒബ്ജക്റ്റീവും 28 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എക്സാമിന് എഴുതാനുണ്ടാവുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷൻ വരുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഒബ്ജക്റ്റീവ്സും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് MCQസും ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യുന്നത്, കടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. This dash provides a broad data from which to identify key drivers of change. അപ്പോൾ ലൈവിലുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൽ ബ്രോഡ് ഡാറ്റ എന്നുള്ള ഒറ്റ എലമെൻറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യണം. ഇത് ഏതുമായിട്ടാണ്? SWOT അനാലിസിസ് ആണോ? അല്ല. BCG മെട്രിക്സ് ആണോ? അല്ല. PESTEL അനാലിസിസ്. PESTEL അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് വളരെ ബ്രോഡായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. പൊളിറ്റിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള, എക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള, സോഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള, എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള, ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള, ലീഗൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് അനാലിസിസ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വലിയ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻസ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. നമ്മൾ ക്ലാസ്സിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബ്ലൂ ഓഷ്യൻ വേഴ്സസ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റെഡ് ഓഷ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലാത്ത കനോട്ട് ബി, ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റീവിൽ ഇങ്ങനെയുള്ള പോയിന്റുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. കനോട്ട് ബി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് റെഡ് ഓഷ്യൻ. ബീറ്റ് ദ കോമ്പറ്റീഷൻ എന്നാണ് ബോർഡിലല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയലിലും ഇവിടെയും സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ദ വാല്യൂ കോസ്റ്റ് ട്രേഡ് ഓഫ്, മേക്ക് ദ കോമ്പറ്റീഷൻ ഇറെലവൻറ്റ്, എക്സ്പ്ലോയിറ്റ് എക്സിസ്റ്റിംഗ് ഡിമാൻഡ്.
ഇതിലേതൊക്കെ പോയിൻ്റാണ് റെഡ് ഓഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ബീറ്റ് ദ കോമ്പറ്റീഷൻ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. മേക്ക് ദ വാല്യൂ കോസ്റ്റ് ട്രേഡ് ഓഫ് റെഡ് ഓഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. എക്സ്പ്ലോയിറ്റ് എക്സിസ്റ്റിംഗ് ഡിമാൻഡും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മേക്ക് ദ കോമ്പറ്റീഷൻ ഇറലവൻ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു ബ്ലൂ ഓഷ്യൻ റിലേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. നിങ്ങളിത് സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടാവും. ബ്ലൂ ഓഷ്യൻ വേഴ്സസ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ബോക്സ്, ഒരു ഡിഫറൻസിൻ്റെ ബോക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റനാണ് ഈ ഒബ്ജക്റ്റീവിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ദ പ്രോസസ് ഓഫ് ഡാഷ് റിക്വയർസ് കോർഡിനേഷൻ അക്രോസ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ഇൻവോൾവ്സ് ബിസിനസ് കൾച്ചർ ചേഞ്ചസ്. അത് എൻറ്റയർ ഓർഗനൈസേഷൻ്റെ കോർഡിനേഷൻ ആവശ്യമുള്ള, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കൾച്ചറിൽ വരെ ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത്. ഡിജിറ്റൽ സ്ട്രാറ്റജി ആണോ, ഡിജിറ്റൈസേഷൻ ആണോ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണോ, ഡാറ്റ അഗ്രിഗേഷൻ ആണോ? ഇത് നമ്മുടെ ചാപ്റ്റർ 4 SM സംബന്ധിച്ച് ചാപ്റ്റർ 4 ഡിജിറ്റൽ സ്ട്രാറ്റജി എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലാണ് എൻറ്റയർ ഓർഗനൈസേഷൻ്റെ കോർഡിനേഷൻ റിക്വയർമെൻറ്റ് വരുന്നതും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കൾച്ചറിൽ തന്നെ ചേഞ്ചസ് ഒക്കെ വരുന്നതും ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം. ഓക്കെ, പിന്നെ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ, ഫോർകാസ്റ്റിംഗ് ദി വെദർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നാരോ എയുടെ എക്സാമ്പിൾ ആണോ, സൂപ്പർ എ ആണോ, അതോ ജനറൽ എ ആണോ, അതോ ഡീപ്പ് ലേണിങ്ങിൻ്റെ ആണോ അത് എക്സാമ്പിൾ എന്നുള്ളതാണ്. വെദർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നാരോ എയുടെ എക്സാമ്പിളാണ്. ശ്രദ്ധിക്കുക, നാരോ എയുടെ എക്സാമ്പിളാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ഇനിയും നമുക്ക് ഡിസ്കഷനിൽ വരുന്നുണ്ട്. നാരോ ആണ് ഉത്തരം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും നമുക്ക് വരുന്നുണ്ട്, വിച്ച് മീൻസ് അത് ഇനി നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. ഫോർകാസ്റ്റിംഗ് ദി വെദർ എന്ന് പറയുന്നത് ഏത് എയുടെ എക്സാമ്പിൾ ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, നാരോ എയുടെ എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഇത് നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരു ഭാഗമുണ്ട് 3rd ചാപ്റ്ററിൽ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ സ്ട്രാറ്റജി ഫോർമുലേഷനും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഒരു ഏരിയ ഉണ്ട് 3rd ചാപ്റ്ററിൽ. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. Focus is on effectiveness. It requires motivation and leadership skills. It involves managing forces during action. It is primarily an operational process. ഇതെല്ലാം തന്നെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിൻ്റാണ്. ഈ 3 പോയിന്റുകളും ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിൻ്റാണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഫോർമുലേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഫോക്കസ് ഈസ് ഓൺ എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസിയിലാണ്, അതേസമയം ഫോർമുലേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എഫക്റ്റീവ്നെസ്സിലാണ്. നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോകാൻ നിൽക്കുന്നില്ല. അങ്ങനെ പോകുകയാണെന്ന് നമുക്ക് ഇന്നൊന്നും ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഡിലേ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 6 അല്ലെങ്കിൽ 7 മാർക്കിനെ നിങ്ങൾ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. മുന്നത്തെ ഓൾഡ് സിലബസിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു. ക്ലിയർ? ലൈവിലുള്ള ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ വലിയ ഹെൽപ്പായിരിക്കും. ക്ലിയർ? കൃത്യമായിട്ട് നമുക്കൊന്ന് എനർജറ്റിക് ആയിട്ട് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, which one of the following activities involves receiving, storing and distributing inputs to the production process? ശ്രദ്ധിക്കണം, inputs to the production process. receiving, storing, distributing. inbound logistics ആണോ, marketing and sales ആണോ, operations ആണോ, outbound logistics ആണോ? ഞാൻ പറ, ഏതാ? inbound logistics ആണോ, marketing and sales ആണോ, operations ആണോ, outbound logistics ആണോ? ഓക്കെ, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണോ ഉള്ളത്? അല്ല. ഓപ്പറേഷൻസ് ആണോ? അല്ല. പിന്നെന്താ? ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് ആണോ? അല്ല. ഇൻപുട്സ് കൊണ്ടുവരുന്നതാണ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ക്ലിയർ. ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ഓപ്ഷനാണ് കറക്റ്റ് ഉത്തരം നിങ്ങൾ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉത്തരം അല്ലാത്തതൊക്കെ എന്ത് ചെയ്യുക? ഔട്ടാക്കുക. 50-50 കട്ട് എന്ന് പറയുന്ന പോലെ ഉത്തരവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു 2 ആദ്യം കട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്നത് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ?
പിന്നെ വരുന്നതാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി സജസ്റ്റ് കമ്പനി ഷുഡ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് വാട്ട് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ് ഇൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് സ്പേസസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്ലൂ ഓഷ്യനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇരിക്കുന്നുണ്ട്. ബ്രാൻഡ് ലോയൽറ്റി ആണോ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണോ, മാർക്കറ്റ് ഡിഫറൻഷിയേഷൻ ആണോ, ന്യൂ മാർക്കറ്റ് സ്പേസ് ആണോ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്ലൂ ഓഷ്യൻ എന്നുള്ള ടേം കണക്ട് ചെയ്യുന്നത് പുതിയ മാർക്കറ്റ് സ്പേസ് ആണ്. ഇല്ലാത്തൊരു പുതിയൊരു ബിസിനസ് കണ്ടെത്താണ്, ഇല്ലാത്തൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വലിയ ഉത്തരം എന്ന് പറയുന്നത് ന്യൂ മാർക്കറ്റ് സ്പേസസ് ആണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഹൗ ഡസ് പോട്ടേഴ്സ് വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് ഹെൽപ്പ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. പോട്ടേഴ്സ് വാല്യൂ ചെയിന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ by analyzing macroeconomic factors impacting the industry, and by identifying areas where the company can gain a competitive advantage through cost leadership or differentiation. പിന്നെ വരുന്നതാണ് by focusing solely on financial performance metrics, by monitoring customer satisfaction levels. A അല്ല, C അല്ല, D അല്ല. ഉത്തരം ഏതാ? പോട്ടേഴ്സ് വാല്യൂ ചെയിൻ ഹെൽപ്പ് ചെയ്യുന്നത് by identifying areas where the company can gain a competitive advantage. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ. ഓക്കെ, എങ്ങനെ നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാം? ഒന്നുകിൽ ത്രൂ കോസ്റ്റ് ലീഡർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ആവും. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, അനന്തു ഹായ്, ജാനകി ഹായ്, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യട്ടെ മക്കളെ. നമുക്ക് സെഷൻ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എന്തെങ്കിലും ഇൻപുട്സ് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അക്വയർ ചെയ്യാന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് നമുക്ക് അവിടെ വരുന്നത്. ഒന്ന് കോസ്റ്റ് ലീഡർഷിപ്പ്, ഒന്ന് ഡിഫറൻഷിയേഷൻ. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എല്ലാവരും വിൽക്കുന്നത് 50 റുപ്പീസിനാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ഒരു 40 റുപ്പീസിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു കോസ്റ്റ് ലീഡർഷിപ്പ് കിട്ടും. അല്ലേ? സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളെ ചൂസ് ചെയ്യും. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ ചൂസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അല്ലേ? പിന്നെ വരുന്നതാണ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരുപാട് പെന്നുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പെൻസിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വാട്ടർ ബോട്ടിൽസ്, ലൈക്ക് മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അതിൽ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ സ്പെസിഫിക്കലി ഇപ്പോൾ മൊബൈൽ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ചില ബ്രാൻഡുകൾ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ സ്പെസിഫിക്കലി ചൂസ് ചെയ്യുന്നത് അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് അവരിൽ മാത്രമുള്ള ചില പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് കണ്ടിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോട്ടേഴ്സ് വാല്യൂ ചെയിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജസ് അറൈസ് ഫ്രം ഫസ്റ്റ് പോയിന്റ് സുപ്പീരിയർ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ്സസ്. സെക്കൻഡ് വൺ കൺട്രോൾ ഓഫ് പെർട്ടിക്കുലർ ഇൻപുട്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ. 3 ആക്സസ് ടു ചീപ്പർ ഫണ്ട്സ്. 4 ഓൾ ഓഫ് ദി അബോവ്. ഇല്ലേ അത് ഉത്തരം? അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? സുപ്പീരിയർ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ആൻഡ് പ്രോസസ് എന്നാണോ, കൺട്രോൾ ഓഫ് പർട്ടിക്കുലർ ഇൻപുട്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ എന്നാണോ, അല്ലെങ്കിൽ ആക്സസ് ടു ചീപ്പർ ഫണ്ട്സ് എന്നാണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് ഉത്തരം? ഞാൻ പറ. ജാനകി പറഞ്ഞ ഉത്തരം കറക്റ്റാണ്, മാളകി പറഞ്ഞതും കറക്റ്റാണ്, ഡി. എടാ, കോസ്റ്റ് അഡ്വാൻറ്റേജ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ നമുക്കൊരു സുപ്പീരിയോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻപുട്സിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചീപ്പറായിട്ടുള്ള ഫണ്ട്സിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം കാരണം നമുക്ക് എന്തുണ്ടാവും? കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ക്ലിയർ? ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പിന്നെ വരുന്നതാണ് ഏജൻസി തിയറി പ്രൈമറിലി ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ്സസ് ആൻഡ് കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്,
പ്രിൻസിപ്പൽസ് ആൻഡ് ഏജൻറ്റ്സ്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. ഇതിലേതാ ഞാൻ പറയാം? ഏജൻസി തിയറി പ്രൈമറിലി ഡീൽസ് വിത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ്സസ് ആൻഡ് കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രിൻസിപ്പൽസ് ആൻഡ് ഏജൻറ്റ്സ്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. ഇതിലേതാ ഉത്തരം വരുന്നത്? ഞാൻ പറ. പെട്ടെന്ന് പറ, ഇതിലേതാ ആൻസർ വരുന്നത്? ഈ ഏജൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുക SML അല്ല. ഏജൻസിയെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുന്നത് ലോയിലായിരിക്കും. ഇതിൽ 2 പാർട്ടീസാണ് ഉള്ളത്. ആരൊക്കെയാടാ? ഒന്ന് പ്രിൻസിപ്പൽ, 2 ഏജൻറ്റ്. പ്രിൻസിപ്പലിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്ന ആളാണ് ആര്? ഏജൻറ്റ്. അപ്പോൾ ബാക്കിയുള്ളതിലേക്കൊന്നും നിങ്ങൾ ഏജൻസി തിരിയുമായി ബന്ധപ്പെടുത്തി നോക്കി പോകേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൻ്റെ ഏജൻറ്റ് അല്ല കസ്റ്റമർ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റ് അല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയിയുടെ ഏജൻറ്റ് അല്ല, ലൈക്ക് എംപ്ലോയർ എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽസ് ആൻഡ് ഏജൻറ്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലടാ? സംശയം ഉണ്ടാ? ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് ദിസ് ടെസ്റ്റ് ഈസ് എ ക്യാച്ച് all category indicating that the structure must fit legal, stakeholder, trade union or similar constraint. ഇത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ആ ടെസ്റ്റിൻ്റെ ഏരിയാസാണ്. 9 ടെസ്റ്റ് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി ഗോയിങ് ഉത്തരവായിരിക്കും ഇന്ന് കിട്ടുക. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? ഞാൻ പറ. ലീഗൽ, സ്റ്റേക്ക് ഹോൾഡർ, ട്രേഡ് യൂണിയൻ ഓർ സിമിലർ കൺസ്ട്രെയിൻ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഞാൻ പറ സ്ട്രക്ചർ. ഏത് ടെസ്റ്റിനെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ പറ. ഫീസിബിലിറ്റി ആണോ, പീപ്പിൾ ടെസ്റ്റ് ആണോ, പാരൻറ്റിങ് അഡ്വാൻറ്റേജ് ടെസ്റ്റ് ആണോ, സ്പെഷ്യലൈസ്ഡ് കൾച്ചേഴ്സ് ടെസ്റ്റ് ആണോ? ഞാൻ പറ. ഒന്ന് ആലോചിച്ചിട്ട് പറയടാ. ഞാൻ നോക്ക്. ഗുഡ്. ഫീസിബിലിറ്റി ടെസ്റ്റ് അല്ലേ? വെരി ഗുഡ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം മക്കളെ. കാരണം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ സാധനം ചോദിക്കാറുണ്ട്, മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അതിന് പുറമെ ഇത് ഒബ്ജക്റ്റീവായിട്ടും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ക്ലിയർ? മാർക്കറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഫോർകാസ്റ്റിംഗ് ദ വെദർ. ഇതിൻ്റെ എക്സാമ്പിളോടാ? നാരോ A ആണോ, സൂപ്പർ A ആണോ, ജനറൽ A ആണോ, ഡീപ്പ് ലേണിംഗ് ആണോ? ഏതാ? വേം പറ. ഏതിൻ്റെ എക്സാമ്പിളാണ് ഫോർകാസ്റ്റിംഗ് ദ വെദർ? തൊട്ട് മുന്നേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറ. ഇനി ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡിയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലും ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പറ. ഫോർകാസ്റ്റിംഗ് ദ വെദർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നാരോ A ആണോ, സൂപ്പർ A ആണോ, ജനറൽ A ആണോ, അതോ ഡീപ്പ് ലേണിംഗ് ആണോ? വേഗം പറ. ഓക്കെ, ഗുഡ്. നാരോ A അല്ലേ? ഓക്കെ, ഇവിടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ലുക്ക് ഇൻ ആഫ്റ്റർ. അതിന് ശേഷം സെഷൻ കഴിഞ്ഞതിന് ശേഷം ആവശ്യം വരികയാണെങ്കിൽ അനന്തു കണ്ടു ഉത്തരം കണ്ടു. ഒരുപാട് A വന്നിട്ടുണ്ട് അല്ലേ? ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നതും നിങ്ങളുടെ റെസ്പോൺസും തമ്മിലൊരു 10 സെക്കൻഡ്സിൻ്റെ വരെയുള്ളൊരു ഡിലേ നെറ്റ്വർക്ക് കാരണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾ സ്പോട്ടിൽ എന്ത് ചെയ്യുക, മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനും വന്നിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽ ലൈക്ക് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ലൈക്ക് OM-ഉം SM-ഉം രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SM എന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 212. ഓക്കെ, സീൽ നമ്പർ 212 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പറയുന്നത് ദ മോണിറ്ററിങ്, evaluating and disseminating of information from the external and internal environment to keep people within the organization is called. Strategy formulation ആണോ, evaluation and control ആണോ, strategy implementation ആണോ, environmental scanning ആണോ?
സിമ്പിളാണ്. ബേസിക് എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഈ 2.12 ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മോണിറ്ററിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസമിനേറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെൻറ്റ് ടു കീപ് പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ. സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണോ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ആണോ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആണോ, എൻവയോൺമെൻറ്റൽ സ്കാനിങ് ആണോ? ഒന്ന് ആലോചിച്ചിട്ട് പറയടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ അത്? നമ്മൾ യൂഷ്വലി ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഈ ബേസിക് എലമെൻസ് ഒന്നും അറിയാത്ത ആൾക്കാർ വെറുതെ ഇനി ബാക്കിയുള്ള പഠിക്കാൻ നിൽക്കണ്ടാണ്. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ഇറിറ്റേഷനൊക്കെ വരുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, ഗുഡ്. കുറച്ച് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ജാനകി ഗുഡ്. ആശിഷ്, മാളവിക ഒക്കെ പറഞ്ഞത് കറക്റ്റ് ഉത്തരമാണ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് അല്ലേ അവിടെ നടക്കുന്നത്. ക്ലിയർ? അല്ലാണ്ട് സ്ട്രാറ്റജി ഫോർമുലേഷനോ ഇംപ്ലിമെൻറ്റേഷനോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഇവാലുവേഷനോ കൺട്രോളോ ഒന്നും അല്ല. ഓക്കെ, ആൻസർ ഈസ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The dash of a company state how managers and employees should conduct themselves. എങ്ങനെയാണ് എംപ്ലോയീസ് അല്ലേ, അല്ലെങ്കിൽ അതുപോലെ മാനേജേഴ്സ് ലൈക്ക് എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. വാല്യൂസിലാണോ പറയുന്നത്, ഗോൾസിലാണോ പറയുന്നത്, ഒബ്ജക്റ്റീവ്സിലാണോ പറയുന്നത്, വിഷനിലാണോ പറയുന്നത്? വേമ്പറ. ഗോളാണോ ഒബ്ജക്റ്റീവ് ആണോ? ഗോൾ ഒബ്ജക്റ്റീവ് ഒന്നുമല്ല. വാല്യൂസ് ആണോ വിഷനാണോ? വേമ്പറ. വാല്യൂസ് ആണോ വിഷനാണോ? വേമ്പറ. വാല്യൂസ് ആണോ വിഷനാണോ? Values of a company state how managers and employees should conduct themselves. Clear? ഇത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ സെഷൻ്റെ കൂടെ ഈ ഏരിയാസ് ഇങ്ങനെ ശ്രദ്ധിച്ച് പോവുക. ഇതിൽ നിന്ന് തന്നെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 6 ക്വസ്റ്റ്യനിൽ 3-4 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ സെഷൻ കണ്ടിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഓർത്ത് വെക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് dash are the day-to-day way in which an organization operates and can be seen by people both inside and outside the organization. Dash are the day-to-day way in which an organization operates and can be seen by people both inside and outside the organization. Performances ആണോ, ടാർഗറ്റ്സ് ആണോ, ബിഹേവിയേഴ്സ് ആണോ, വാല്യൂസ് ആണോ? ഞാൻ പറ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിഹേവിയർ എന്താ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബിഹേവിയേഴ്സ് ആർ ദ ഡേ ടു ഡേ വേ ഇൻ വിച്ച് എൻ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ് ആൻഡ് ക്യാൻ ബി സീൻ ബൈ പീപ്പിൾ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു മറ്റുള്ള പുറത്തുള്ളവർക്കും അതുപോലെ തന്നെ ഇൻസൈഡ് ഉള്ളവർക്കും കാണാൻ പറ്റുന്ന അല്ലേ, അത് ബിഹേവിയർ ആണ്. ഓക്കെ, ബിഹേവിയേഴ്സ് ആണ്. പഠിച്ച് തീർത്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ടോപ്പിക്കുമായിട്ട് ഫെമിലിയാരിറ്റി വരുത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ കാണുമ്പോൾ കണക്റ്റ് ആവുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഡോണ്ട് വറി, അതായത് ടോപ്പിക്കുകളിലേക്ക് പോയി ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ വരുന്നതാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രൊവൈഡ് ദി സ്റ്റാൻഡേർഡ്സ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ. മിഷനാണോ, വിഷനാണോ, വാല്യൂസ് ആണോ, ഒബ്ജക്റ്റീവ്സ് ആണോ? വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രൊവൈഡ് ദി സ്റ്റാൻഡേർഡ്സ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിന് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് മിഷനാണോ, വിഷനാണോ, വാല്യൂസ് ആണോ, ഒബ്ജക്റ്റീവ്സ് ആണോ? ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ. ക്ലിയർ? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആണ്. മക്കളെ, നമ്മൾ ക്ലാസ്സിലെ പോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടേമിനും പറഞ്ഞു പോകാനുള്ളൊരു സമയം ഉണ്ടാവില്ല. ക്ലിയർ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഡാഷ് ഈസ് കൺസേൺ വിത്ത് കോംപ്ലക്സിറ്റി അറൈസിങ് ഔട്ട് ഓഫ് ആംബിഗ്വസ് ആൻഡ് നോൺ റൂട്ടീൻ സിറ്റുവേഷൻസ് വിത്ത് ഓർഗനൈസേഷൻ വൈഡ് rather than operation specific implications. എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് നോക്കിയേ. Operational management is concerned with the complexity arising out of ambiguous and non-routine situation with the organization wide rather than operation specific implications ആണോ? അല്ലെങ്കിൽ അത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആണോ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണോ അതോ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി ആണോ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഏരിയ നിങ്ങളുടെ മെറ്റീരിയലുള്ള ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ദി കോംപ്ലക്സിറ്റി അറൈസിംഗ് ഔട്ട് ഓഫ് ആംബിഗ്വസ് ആൻഡ് നോൺ റൂട്ടീൻ സിറ്റുവേഷൻസ് വിത്ത് ഓർഗനൈസേഷൻ വൈഡ് റാദർ ദാൻ ദി ഓപ്പറേഷൻ സ്പെസിഫിക് ഇംപ്ലിക്കേഷൻസ്. ക്ലിയർ? ഉത്തരം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ ലൈക്ക് കണ്ടു പരിചയമില്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക. ഇതാണ് ഉത്തരം എന്നുള്ളത്. ഓക്കെ, അതൊന്ന് കൂട്ടി വായിക്കുക. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് കോംപ്ലക്സിറ്റി അറൈസിംഗ് ഔട്ട് ഓഫ് ആംബിഗ്വസ് ആൻഡ് നോൺ റൂട്ടിംഗ് സിറ്റുവേഷൻ വിത്ത് ഓർഗനൈസേഷൻ വൈഡ് റാദർ ദാൻ ഓപ്പറേഷൻ സ്പെസിഫിക് ഇംപ്ലിക്കേഷൻസ്.
ഓക്കെ. പിന്നെ വരുന്നതാണ് ഡാഷ് റെഫേഴ്സ് ടു ദി ജോബ് സ്പെസിഫിക് ഗോൾസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ എംപ്ലോയി. ശ്രദ്ധിക്കണം, ഈച്ച് ഇൻഡിവിജ്വൽ എംപ്ലോയി എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാലൻസ് സ്കോർ കാർഡ് ആണോ, പെർഫോമൻസ് ഒബ്ജക്റ്റീവ് ആണോ, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണോ, ഓർഗനൈസേഷണൽ ജിനോമിക്സ് ആണോ? ഞാൻ പറ. ബാലൻസ് സ്കോർ കാർഡ് ആണോ, പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് ആണോ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണോ, ഓർഗനൈസേഷണൽ ജിനോമിക്സ് ആണോ? ഞാൻ പറ. ഇൻഡിവിജ്വൽ എംപ്ലോയിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അത് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ? ആൻസർ എന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ? ആമി എന്ന് പറയുന്നൊരു കുട്ടി SM നോട്ട്സിന് ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെഷന് ശേഷം കണക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ നോട്ട്സ് ഫുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടിയാണോ അതോ ഔട്ട്സൈഡർ ആണോ എനിക്കറിയില്ല. ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നോട്ട്സ് അവൈലബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ദ ബാലൻസ്ഡ് സ്കോർ കാർഡ് ഈസ് എ ഡാഷ് അപ്രോച്ച് ടു പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ബാലൻസ്ഡ് സ്കോർ കാർഡ് കണ്ടുപരിചയമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ അറിയാം. ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അല്ലാണ്ട് ബോട്ടം അപ്രോച്ചോ ഇൻഡയറക്റ്റ് അപ്രോച്ചോ ഡയറക്റ്റ് അപ്രോച്ചോ ഒന്നുമല്ല. അതും ടോപ്പ് ഡൗൺ, ലൈക്ക് ടോപ്പ് ഡൗണും അതുപോലെ തന്നെ ബാലൻസ് സ്കോർ കാർഡ് ഭയങ്കര കണക്റ്റഡ് ടേംസ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഓക്കെ. ഔട്ട്സൈഡർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഡീറ്റെയിൽ ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ ദിസ് ഡാഷ് പ്രൊവൈഡ്സ് ദ ബ്രോഡ് ഡാറ്റ ഫ്രം വിച്ച് ടു ഐഡൻറ്റിഫൈ കീ ഡ്രൈവേഴ്സ് ഓഫ് ചേഞ്ച്, SWOT അനാലിസിസ്, BCG മെട്രിക്സ്, PESTEL അനാലിസിസ്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇപ്പോൾ ഈ വായിച്ച ക്വസ്റ്റ്യൻ ബ്രോഡ് ഡാറ്റ എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? ഇന്ന് ചെയ്ത ഫസ്റ്റ് MCQ ക്വസ്റ്റ്യൻ ആണത്. അതിൻ്റെ ഉത്തരം പറ. അതിന് ഉത്തരം പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ സെഷൻ നിർത്തി പോവാണ്. അല്ല, ഇന്ന് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. വേഗം പറ. ദിസ് ഡാഷ് പ്രൊവൈഡ്സ് എ ബ്രോഡ് ഡാറ്റ. SWOT അനാലിസിസ് ആണോ, BCG മെട്രിക്സ് ആണോ, PESTEL അനാലിസിസ് ആണോ, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ആണോ? വേഗം പറ. പെട്ടെന്ന് പറ. വെരി ഗുഡ്. PESTEL ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനീഷ്യലി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. പൊളിറ്റിക്കൽ, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളെല്ലാം വരുന്നതാണ് PESTEL അനാലിസിസിൽ. ഭയങ്കര ബ്രോഡായിട്ടുള്ള ഡാറ്റയാണ്. ബ്രോഡ് ഡാറ്റ എന്നുള്ളത് ഇപ്പോൾ നേരത്തെ ഞാൻ ടോപ്പ് ഡൗൺ എന്നുള്ള വാക്ക് ബാലൻസ് സ്കോർ കാർഡായിട്ട് ബന്ധപ്പെടുത്തി ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രോഡ് ഡാറ്റ എന്നുള്ള വാക്ക് നിങ്ങൾ PESTEL അനാലിസിസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓർത്ത് വെക്കേണ്ട വാക്കാണ്. ഓക്കെ. പിന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണോ, ഡൈനാമിക് ആണോ, മൾട്ടി ഫെസിറ്റഡ് ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് ആണോ? ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ ഏരിയ ഡിസ്കഷൻ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും രണ്ടിലും ഈ സിമിലർ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് കോംപ്ലക്സ് ആണോ, ഡൈനാമിക് ആണോ, മൾട്ടി ഫേസറ്റഡ് ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് ആണോ? എന്താ ഉത്തരമേ പറ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ഇതിലേതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്? അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് ആണോ? പറ. പെട്ടെന്ന് പറ. പെട്ടെന്ന് പറ മക്കളെ. എൻവയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാത്തവരാണോ യൂട്യൂബ് ലെവലുള്ള ആൾക്കാരൊക്കെ? എടാ, എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണ്, എൻവയോൺമെൻറ്റ് ഭയങ്കര ഡൈനാമിക് ആണ്, എൻവയോൺമെൻറ്റ് മൾട്ടി ഫേസറ്റഡ് ആണ്. അപ്പോൾ ഉത്തരം എന്താടാ? ഓൾ ഓഫ് ദി എബോവ് അല്ലേ? എന്താണ് മക്കളെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത്? വേഗം പറ. ഓൾ ഓഫ് ദി എബോവ് അല്ലേ? ഓക്കെ, ഗുഡ്. ഡാഷ് ആർ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് എക്കോണമി, ഇൻട്രസ്റ്റ് റേറ്റ്സ്, കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ്സ്. ഇതൊക്കെ ഏതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? മാക്രോ എക്കണോമിക് ഫോഴ്സസ് ആണോ, ഡെമോഗ്രഫിക് ഫോഴ്സസ് ആണോ, ടെക്നോളജിക്കൽ ഫോഴ്സസ് ആണോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫോഴ്സസ് ആണോ? വേഗം പറ. എന്ത് റിലേറ്റഡ് അത്? മാക്രോ എക്കണോമിക് ഫോഴ്സസ് അല്ലേ? അല്ലേടാ? യെസ്. ഡെമോഗ്രഫിക് ഫോഴ്സസുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താ വരുന്നത്? പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുന്ന ചേഞ്ചസ് ആണ് എന്ത്? ഡെമോഗ്രഫിക് ഫോഴ്സസ് എന്ന് പറയുന്നതാണ് അടുത്ത ചോദ്യം. ഡാഷ് ഔട്ട്കംസ് ഓഫ് ചേഞ്ച് ഇൻ ദി
ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പോപ്പുലേഷൻ. പോപ്പുലേഷനും ഡെമോഗ്രഫിയും രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ഓക്കെ, ഡെമോഗ്രഫിക് ഫോഴ്സസ്. ഓക്കെ, പിന്നെ വരുന്നതാണ് വാട്ട് ഡിസ്ക്രൈബ്സ് ദ കാറ്റഗറീസ് ഓഫ് ആക്ടിവിറ്റീസ് വിത്തിൻ ആൻഡ് അറൗണ്ട് ആൻ ഓർഗനൈസേഷൻ വിച്ച് ടുഗെദർ ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. What describes the categories of activities within and around an organization which together create a product or service? Remember, categories of activities together ആയിട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. SWOT അനാലിസിസ് ആണോ, BCG ഫ്രെയിംവർക്ക് ആണോ, വാല്യൂ ചെയിൻ ആണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ? വാല്യൂ ചെയിൻ ആണ് മക്കളെ, വാല്യൂ ചെയിൻ. ഓക്കെ, ഡാഷ് ട്രാൻസ്ഫോം ദീസ് ഇൻപുട്സ് ഇൻ ടു ദി ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സർവീസ്. ഓപ്പറേഷൻ അല്ലേ ഇൻപുട്സിന് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആക്കി മാറ്റുന്നു. അതെ. പിന്നെ ഡാഷ് ഇൻക്ലൂഡ്സ് ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് എൻഹാൻസ് ഓർ മെയിൻറ്റെയിൻ ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് സച്ച് ആസ് ഇൻസ്റ്റലേഷൻ, റിപ്പയർ, ട്രെയിനിങ് ആൻഡ് സ്പെയർസ്. ഇൻസ്റ്റലേഷൻ, അതുപോലെ റിപ്പയർ, ട്രെയിനിങ്, സ്പെയർസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? ഓപ്പറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണോ, ഇൻബോൺ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണോ, ഔട്ട്ബോൺ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണോ, അതോ സർവീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണോ? വേഗം പറ, പെട്ടെന്ന് പറ. പെട്ടെന്ന് പറയടാ. സർവീസ് അല്ലേ? വെരി ഗുഡ്. ജാനകി, ആശിഷ്, അഖില, അജയ്, അശോകൻ, ഷമീം എല്ലാവരും പറഞ്ഞ കറക്റ്റ് ഉത്തരമാണ്, സർവീസാണ്. വെരി ഗുഡ്. ഡാഷ് ഇൻക്ലൂഡ്സ് ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് എൻഹാൻസ് ഓർ മെയിൻറ്റെയിൻ ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് സച്ച് ആസ് ഇൻസ്റ്റലേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ, സോറി മാറിപ്പോയി മാർക്ക് ചെയ്തത്. അടുത്തത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് അറൈസ് ഫ്രം സുപ്പീരിയർ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ആൻഡ് പ്രോസസ്, കൺട്രോൾ ഓഫ് പർട്ടിക്കുലർ ഇൻപുട്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ, ആക്സസ് ടു ചീപ്പർ ഫണ്ട്സ്. ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും കണ്ടു വല്ല പരിചയമുണ്ടോടാ? 227 കണ്ടു വല്ല പരിചയമുണ്ടോ? അതിന് ഉത്തരം എന്താ? വേഗം പറ. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? ഇങ്ങനെ കുറേ MCQ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് അതാണ്. കുറേ MCQs ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 3-4 MCQ എങ്ങാനും കറക്റ്റായിട്ട്, അങ്ങനെയും അല്ലാതെ 2 കൂടെ കറക്റ്റായ 12 മാർക്ക് അങ്ങനെ തന്നെ കിട്ടി. മനസ്സിലായോ? സില്ലിയായിട്ട് എടുക്കരുത്. വേഗം പറ. ഈ ക്വസ്റ്റ്യൻ മുന്നേ കണ്ടു പരിചയമല്ലേ? ഉത്തരം എന്താ? വേഗം പറയടാ ഉത്തരം. വേഗം പറ, പെട്ടെന്ന് പറ. ഓൾ ഓഫ് ദി അബവ് അല്ലേ? തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് എ ഡാഷ് ഈസ് എ ബിസിനസ് യൂണിറ്റ് ഇൻ ഗ്രോയിങ് മാർക്കറ്റ് ബട്ട് നോട്ട് അറ്റ് വിത്ത് ഹൈ മാർക്കറ്റ് ഷെയർ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. BCG മെട്രിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. BCG മെട്രിക്സിൽ നമുക്കറിയാം ക്യാഷ് കൗ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഡോഗ് ഉണ്ട്. അതിൽ ഹൈ ഗ്രോത്ത് മാർക്കറ്റിൽ ഹൈ മാർക്കറ്റ് ഷെയറിൽ ലൈക്ക് ബിസിനസ് ഹൈ ഗ്രോത്ത് മാർക്കറ്റിൽ ഹൈ മാർക്കറ്റ് ഷെയർ, ഹൈ ഗ്രോത്ത് മാർക്കിൽ ലോ മാർക്കറ്റ് ഷെയർ. അതേതാ? വേഗം പറ. ക്യാഷ് കോ ആണോ, ഡോഗ് ആണോ, ക്വസ്റ്റ്യൻ മാർക്കാണോ, സ്റ്റാർ ആണോ? വേഗം പറ. മാർക്കറ്റിനൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ട്, പക്ഷേ നമുക്കവിടെ മാർക്കറ്റ് ഷെയർ ഇല്ല. ഹൈ ഗ്രോത്ത് മാർക്കറ്റും ഹൈ മാർക്കറ്റ് ഷെയറും ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാറാണ് അല്ലേ? ലോ ഗ്രോത്ത് മാർക്കറ്റിൽ ഹൈ മാർക്കറ്റ് ഷെയർ ഉണ്ടെങ്കിൽ അത് ക്യാഷ് കോ ആണ്. അപ്പോൾ ഹൈ ഗ്രോത്ത് മാർക്കറ്റിൽ ലോ മാർക്കറ്റ് ഷെയർ ആണെങ്കിൽ എന്താടാ? ലോ മാർക്കറ്റ് ഗ്രോത്തും ലോ മാർക്കറ്റ് ഷെയറും ഡോഗാണ്. അപ്പോൾ ലാസ്റ്റ് വൺ ഏതാ? ക്വസ്റ്റ്യൻ മാർക്കാണ്. ശരിയല്ലേടാ? ശരിയല്ലേ? ഓക്കെ, അടുത്തത് എ ഡാഷ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് വിച്ച് കുഡ് ടേക്ക് ദ ഫോം ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓർ ഫങ്ഷണൽ ആൻഡ് ഡിവിഷൻ സ്ട്രക്ചേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ടാൻഡം. ഫങ്ഷണൽ സ്ട്രക്ചറാണോ, മെട്രിക്സ് ആണോ, പ്രൊജക്റ്റ് ആണോ, ട്രാൻസ്ലേഷനിലാണോ? ഡിവിഷനും ഫംഗ്ഷൻ്റെയും കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്ന സാധനം മെട്രിക് സ്ട്രക്ചർ അല്ലേ? രണ്ടിൻ്റെയും കൂടെ ഒരു ഹൈബ്രിഡ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇനീഷ്യലി ഫംഗ്ഷണൽ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവിഷൻ ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? മെട്രിക് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നു. സ്ട്രക്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ചാപ്റ്റർ 3 ഓർമ്മയുണ്ടാ? പഠിച്ചത് വല്ലതും ഓർമ്മയിലുണ്ടാ മക്കളെ? OMSM ഒക്കെ നല്ല സ്കോറിങ് പേപ്പറാണ്, നല്ല മാർക്ക് അടിക്കും.
എല്ലാ മാർക്ക് പറഞ്ഞാൽ ഈസി ആയിട്ട് 70+ സ്കോർ ചെയ്യാം. 80+ 90 ഒക്കെ വരെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങി ഷൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് എ ഡാഷ് combines the local responsiveness of the international subsidiary with the coordination advantages found in global product companies. Functional structure, metric structure, project-based structure, transnational structure, international subsidiary with the coordination advantages found in global product companies എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് ഏത് സ്ട്രക്ചറാടാ? ഫങ്ഷണലും മെട്രിക്സും പ്രൊജക്റ്റും ഒന്നല്ല, ഏതാ അത്? ട്രാൻസ്നേഷണൽ സ്ട്രക്ചർ അല്ലേ? ട്രാൻസ്നേഷണൽ സ്ട്രക്ചർ അല്ലടാ അതിൻ്റെ ഉത്തരം അല്ലേ? അല്ലേടാ, മറുപടി പറയടാ. ഞാൻ പറ മറുപടി പറ, റിപ്ലൈ പറ. ഈ ഒബ്ജക്റ്റീവിൻ്റെ കേസിൽ സത്യത്തിൽ നമുക്കൊരു ആസ് എ ഫാക്കൽറ്റി ഒരുപാടൊന്നും ചെയ്യാണ്ടായിട്ടൊന്നുമല്ല. പിന്നെ നിങ്ങളത് അല്ലാണ്ട് ചിലപ്പോൾ ഇരുന്ന് പലരും ചെയ്യില്ല, ഇങ്ങനെ ഡിലേ ആക്കി പിന്നീട് വെക്കും എന്നൊക്കെയുള്ളൊരു പോയിന്റിലാണ് നമ്മൾ MCQയിൽ നിന്ന് ആദ്യം തുടങ്ങുന്നത്. ശരിക്കും ഡിസ്ക്രിപ്റ്റീവിലേക്കുള്ള അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ ചെയ്യാനില്ല. കമ്പാരിറ്റീവ്ലി സത്യം പറഞ്ഞാൽ അറിയാവുന്ന ആളുകൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് ശരിക്കും MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, which of the following is true? താഴെ പറയുന്നതിൽ ഏതാണ് ശരി? BPR has resulted in major gain in efficiency. BPR has resulted in major gain in speed. BPR has resulted in major gain in quality. BPR has resulted in major gains in efficiency, quality and speed. ഏത് ഉത്തരം? എഫിഷ്യൻസി, ക്വാളിറ്റിയും സ്പീഡും ഉണ്ടോ? അത് എഫിഷ്യൻസി മാത്രമാണോ? അത് സ്പീഡ് മാത്രമാണോ? അല്ലെങ്കിൽ ക്വാളിറ്റി മാത്രമാണോ? വാട്ട് ഈസ് BPR? ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓർമ്മേണ്ട, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് BPR എന്നുണ്ടാകുന്ന റിസൾട്ട് എന്തിലാണ് നമുക്ക് മേജർ ഗെയിൻസ് കൊണ്ടുതരുന്നത്? എഫിഷ്യൻസിയിലാണോ, ക്വാളിറ്റിയിലാണോ, അതോ സ്പീഡിലാണോ, അതോ മൂന്നിലുണ്ടോ? പെട്ടെന്ന് പറ, വേഗം പറ, പെട്ടെന്ന് പറ. മൂന്നിലുണ്ട്, ശരിയല്ലേ? എഫിഷ്യൻസിയിലുണ്ട്, ക്വാളിറ്റിയിലുണ്ട്, സ്പീഡിലുണ്ട്. ക്ലിയർ? പിന്നെ വരുന്നതാണ് എ ഡാഷ് ഈസ് വൺ വേർഡ്, ടേംസ് ആർ ക്രിയേറ്റഡ്, teams are created, undertake the work and then dissolved. A dash is one word, teams are created, undertake the work and are then dissolved. Function structure ആണോ, മെട്രിക് സ്ട്രക്ചർ ആണോ, പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ ആണോ, ട്രാൻസ്ലേഷൻ സ്ട്രക്ചർ ആണോ? ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഏതാടാ? ആവശ്യത്തിന് നമ്മൾ ടീം ഉണ്ടാക്കും, പിന്നെ ഡിസോൾവ് ചെയ്യും. നമ്മൾ മൂവീസൊക്കെ എക്സാമ്പിൾ പറയാറുണ്ട്, അതുപോലെ IT പ്രൊജക്റ്റുകൾ നമ്മൾ എക്സാമ്പിൾ പറയാറുണ്ട്, ചില കൺസ്ട്രക്ഷൻ നമ്മൾ എക്സാമ്പിൾ പറയാറുണ്ട്. ആവശ്യത്തിന് ടീമിനെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് പർപ്പസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് ഡിസോൾവ് ചെയ്യും. അത് ഫങ്ഷണൽ സ്ട്രക്ചർ ആണോ? അല്ല. മെട്രിക് സ്ട്രക്ചർ ആണോ? അല്ല. ട്രാൻസ്ലേഷണൽ സ്ട്രക്ചർ ആണോ? അല്ല. പിന്നെ ഏത് സ്ട്രക്ചറാണ് അത്? പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ. വെരി ഗുഡ് അലീന അബ്ദുൽ സത്താർ നമ്മുടെ സ്റ്റുഡൻ്റ് ആണോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻ്റ് ആണോ, അതോ പുറത്തുള്ള സ്റ്റുഡൻ്റ് ആണോ? ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇതിൽ ചാറ്റ് ബോക്സിൽ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് അത് പറയൂ. അതിൽ എനിക്ക് തോന്നുന്നു റെഗുലറായിട്ട് വരുന്ന ഷമീം, അജയ്, അശോകൻ, അഖില, മാളവിക, ജാനകി, സാറ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഇവരൊക്കെ ട്രിപ്പിൾ സ്റ്റുഡൻസ് തന്നെയാണോ അതോ പുറത്തുള്ള സ്റ്റുഡൻസ് ആണോ? വെറുതെ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കുക കേട്ടോ. ആണെങ്കിൽ ലൈക്ക് എവിടെ സ്ഥലം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചുമ്മാ പരിചയപ്പെടാമല്ലോ, നമ്മൾ നേരിട്ട് കാണുന്നൊന്നുമില്ലല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഐ തന്നെയാണെന്നാണ് ഉദ്ദേശിച്ചത്. പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചറുകളുടെ ഉത്തരം. ഓക്കെ, പിന്നെ അടുത്തത് ഡാഷ് സ്പെസിഫൈ വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്ഡ് ബൈ ഫോക്കസിങ് ഓൺ ദി എൻഡ് റിസൾട്ട് ഫോക്കസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് കൺട്രോൾ ആണോ, ബിഹേവിയർ കൺട്രോൾ ആണോ, പ്രിമേസ് കൺട്രോൾ ആണോ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ആണോ? ലൈക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഔട്ട്പുട്ട് കൺട്രോൾ അല്ലടാ, സംശയമൊന്നുമില്ലല്ലോ അതിൽ. ഓക്കെ, ആശിഷ് എവിടെ സ്ഥലം? കാലിക്കറ്റ്, മലപ്പുറം, ട്രിവാൻഡ്രം, കൊച്ചി, കാസർഗോഡ്, കണ്ണൂർ. ചുമ്മാ അറിഞ്ഞിരിക്കാനാണ് വെറുതെ. നമ്മൾ ചില സമയത്ത് പിന്നീട് ചില കുട്ടികളെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്ന സമയത്ത് ഓൺലൈനിൽ ഉള്ള സ്റ്റുഡൻ്റാന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാന്നുള്ള നിലയ്ക്ക് വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ,
Dash is control achieved through the establishment of a comprehensive system of rules and procedures to direct the actions of divisions, functions and individuals. Output control ആണോ, behavior control ആണോ, premise control ആണോ, implementation control ആണോ? Comprehensive system of rules and procedures to direct the action of divisions, functions and individual എന്ന് പറയുന്നത് behavior control ആണ്. ബിഹേവിയർ കൺട്രോളാണ്. ഇത് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വരുന്നതിനേക്കാളും കൂടുതൽ സാധ്യതകളുള്ളത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ആ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ. അടുത്തത് ഡാഷ് ചെക്ക് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കണ്ടിന്യൂസ്ലി വെദർ ദി അസംഷൻസ് ഓൺ വിച്ച് ദ സ്ട്രാറ്റജി ഈസ് ബേസ്ഡ് ആർ സ്റ്റിൽ വാലിഡ്. സിസ്റ്റമാറ്റിക്കലി ആൻഡ് കണ്ടിന്യൂസ്ലി നമ്മൾ ആ ഒരു എടുത്തിട്ടുള്ള അസംഷൻസ് ഇപ്പോഴും വാലിഡ് ആണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഔട്ട്പുട്ട് കൺട്രോൾ ആണോ, ബിഹേവിയർ കൺട്രോൾ ആണോ, പ്രിമൈസ് കൺട്രോൾ ആണോ, ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ ആണോ? പെട്ടെന്ന് പറ, വേഗം പറ. നമ്മൾ ആ ഒരു പ്ലാനിങ് പ്രിമൈസ് അല്ലേ, അതിപ്പോഴും വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്ന ഏതാ? പ്രിമൈസ് കൺട്രോൾ അല്ലേ? അല്ലേടാ, പ്രിമൈസ് കൺട്രോൾ അല്ലേ? കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്നാലേ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോടാ? സംശയം ഉണ്ടാ? ഓക്കെ. അടുത്തത് എ ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ ദി primary activities that have to be undertaken by an organization. A dash is based on the primary activities that have to be undertaken by an organization. Functional structure, metric structure, project based structure, translation structure. Remember, based on primary activities that have to be undertaken by an organization. Primary activities in base ചെയ്തിട്ടുള്ളത് functional ആണോ, metrics ആണോ, project ആണോ, translation ആണോ? That is functional structure. അതാണ് പ്രൈമറി ആക്ടിവിറ്റീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ആശിഷ് വെരി ഗുഡ്. അടുത്ത്, this test is a catch-all category indicating that the structure must fit legal, stakeholder, trade union or similar constraints. The feasibility test, the people test, the parenting advantage test, the specialized cultures test. ഇതും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ അല്ല. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങളിൽ തന്നെ പലരും പറയുകയുണ്ടായതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറ. ഫീസിബിലിറ്റി ടെസ്റ്റ് ആണോ, പീപ്പിൾ ടെസ്റ്റ് ആണോ, പാരന്റിങ് അഡ്വാൻറ്റേജ് ആണോ, സ്പെഷ്യലൈസ്ഡ് കൾച്ചേഴ്സ് ആണോ? ഫീസിബിലിറ്റി ടെസ്റ്റ് ആണ്. വെരി ഗുഡ്. ഫീസിബിലിറ്റി ടെസ്റ്റ് അല്ലേ? യെസ്. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഇതിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും സാധ്യതയുണ്ട്, അതുപോലെ തന്നെ എന്തിനും സാധ്യതയുണ്ട്? ഒബ്ജക്റ്റീവിനും സാധ്യതയുണ്ട്. വിച്ച് മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ എല്ലാ 9 ടെസ്റ്റുകളും നോക്കി വെക്കുക. ഓക്കെ, എല്ലാത്തിനും സാധ്യതകളുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In a fast-moving world, an important test to determine the extent to which a design will allow for change in the future is called feasibility test ആണോ, flexibility test ആണോ, parenting advantage test ആണോ, the specialized cultures test ആണോ? In a fast-moving world, an important test to determine the extent to which a design will allow for change in the future. Remember. ചേഞ്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും വാക്കുകളുണ്ടോ? ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടത് മാറ്റമാണ്. മാറ്റത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എന്നല്ലേ? യെസ്, ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റാണ്. മനസ്സിലായി? ഇങ്ങനെ കണക്ട് ചെയ്ത് വേർഡ് ആ ഓരോ ടെസ്റ്റിനിട്ട പേരിനും അതിന് റീസൺ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോടാ? അങ്ങനെ പഠിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ എക്സാക്ട്ലി ഒരിക്കലും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള സജസ്റ്റഡ് ആൻസറിന് അതേപോലെ എഴുതി വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. SML പ്രത്യേകിച്ചും അങ്ങനെയൊന്നും എഴുതിയിട്ട് ഇവിടെ ആരും വലിയ മാർക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് നമ്മൾ കണ്ടിട്ടുണ്ട്. SML നമുക്ക് OMSM നമുക്ക് എപ്പോഴും നല്ല മാർക്സ് കിട്ടുന്നതാണ്. പക്ഷേ ഒരിക്കലും ആ സജസ്റ്റഡ് ആൻസറുള്ള അതേപോലെ എഴുതിയിട്ടല്ല അവർ 85, 86, 87 മാർക്സ് ഒന്നും വാങ്ങിച്ചിട്ടുള്ളത്. ക്ലിയർ? അത്രയും മാർക്കൊന്നും വാങ്ങിക്കാൻ വരെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും വരീഡ് ആവണ്ട. നിങ്ങൾ കണ്ടന്റ് മനസ്സിലാവുക, സ്വന്തമായിട്ടുള്ള വേർഡിങ്സിൽ ഉത്തരം വൃത്തിക്ക് എഴുതാൻ പറ്റിയ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഡ്രൈവ്സ് ചേഞ്ചസ് ഇൻ കസ്റ്റമർ എക്സ്പീരിയൻസ്, ഓപ്പറേഷണൽ പ്രോസസ്, ബിസിനസ് മോഡൽ ഓർ ഓൾ ഓഫ് ദി അബോവ്? ഞാൻ പറ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരും? കസ്റ്റമർ എക്സ്പീരിയൻസിലാണോ മാറ്റം കൊണ്ടുവരുന്നത്? ഓപ്പറേഷണൽ പ്രോസസ്സിലാണോ മാറ്റം കൊണ്ടുവരുന്നത്? അതോ ബിസിനസ് മോഡലിലാണോ മാറ്റം കൊണ്ടുവരുന്നത്? ഞാൻ പറ. അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് ആണോ? ഞാൻ പറ.
പെട്ടെന്ന് പറയടാ, നോക്കിയിട്ട് പറ. ഓക്കെ, വെരി ഗുഡ്. ഓൾ ഓഫ് ദി അബവ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കാരണം ഈ പറയുന്ന എല്ലാ കാര്യത്തിലും മാറ്റം വരും. കസ്റ്റമർ എക്സ്പീരിയൻസിൽ മാറ്റം വരും, ഓപ്പറേഷണൽ പ്രോസസ്സിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, ബിസിനസ് മോഡലിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ക്ലിയർ ആണോടാ? സംശയം ഉണ്ടോ? പിന്നെ വരുന്നതാണ് ദ പ്രോസസ് ഓഫ് ഡാഷ് റിക്വയർസ് കോർഡിനേഷൻ അക്രോസ് എൻ്റയർ ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ബിസിനസ് കൾച്ചർ. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ സ്ട്രാറ്റജി ആണോ, ഡിജിറ്റൈസേഷൻ ആണോ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണോ, ഡാറ്റ അഗ്രിഗേഷൻ ആണോ? വേഗം പറ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വേഗം പറഞ്ഞു. വേഗം പറ. പെട്ടെന്ന് പറ. വേഗം പറയ്. വേഗം പറ. വേഗം പറയടാ, ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ അല്ലേ, പെട്ടെന്ന് പറ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറൈസിങ് ആൻഡ് ഓർഗനൈസിങ് ദി ഡിജിറ്റൈസ്ഡ് ഡാറ്റ ആൻഡ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ഫർദർ പ്രോസസ്സസ് ഈസ് കോൾഡ് data aggregation, data management, workflow automation, process component. Organizing the digitized data and making it ready for application of further process. Data aggregation ആണോ, data management ആണോ, workflow automation ആണോ, process component ആണോ? Data management ആണ് മക്കളെ. ക്ലിയർ. റെഡി ഫോർ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ മാനേജ് ചെയ്ത് കൃത്യമായിട്ട് അടുത്ത പ്രോസസ്സിന് വേണ്ടി സെറ്റാക്കി വെക്കുന്നതിന് നമ്മൾ പറയുന്നത് ഡാറ്റ മാനേജ്മെൻറ്റ് ആണ്. അടുത്തത് വിച്ച് among the following is not a characteristics of big data. ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ഇതിലേത്? വെറൈറ്റി, വോളിയം, വെലോസിറ്റി, വേരിയബിലിറ്റി എന്ന് പറയുന്ന 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിഗ് ഡാറ്റയ്ക്ക് ഉള്ളത്. 4 V's എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പഠിച്ചു വെക്കാറുണ്ട്. വി അല്ലേ, 4 V ആണ്. അപ്പം ഇതിൽ വെറൈറ്റി ഉണ്ട്, വോളിയം ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ഇൻവേരിയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ഉത്തരം? വേം പറ. 242. വിച്ച് among the following is not a characteristic of big data? വേം പറ, പെട്ടെന്ന് ആൻസർ പറ. Which among the following is not a component of a block? മാറിപ്പോയി. Which among the following is not a characteristic of big data? വേം പറ, പെട്ടെന്ന് പറ. ഇൻവേരിയബിലിറ്റി അല്ലേ, കാരണം വേരിയബിലിറ്റി ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയി വരുന്നത്. ഇൻവേരിയബിലിറ്റി എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പോൾ ഇതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്. ഡാറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്, accessed and processed in the form of fixed format is called unstructured data, semi-structured data, structured data, flexible data. പറ, പെട്ടെന്ന് പറ. കൃത്യമായിട്ട് വൃത്തിക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കൃത്യമായിട്ട് ആക്സസ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കറക്റ്റ് ഫോർമാറ്റ് ഉള്ളത് സ്ട്രക്ചേർഡ് ആണോ, സെമി സ്ട്രക്ചേർഡ് ആണോ, അൺസ്ട്രക്ചേർഡ് ആണോ, ഫ്ലെക്സിബിൾ ആണോ? വേം പറ, പെട്ടെന്ന് പറ. ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ വാർഡ്രോബിൽ നമ്മൾ കറക്റ്റ് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പോൾ ഷർട്ടിൻ്റെ സ്ഥലത്ത്, ടീഷർട്ട്സിൻ്റെ സ്ഥലത്ത്, പാൻസിൻ്റെ സ്ഥലത്ത്, സോക്സിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു ഫിക്സഡ് ഫോമാറ്റ് ഉള്ളതുകൊണ്ടാണത്. അതിന് നമ്മൾ പറയുന്നത് സ്ട്രക്ചേർഡ് ആണെന്നാണ് അല്ലേ. ഡാറ്റയിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയും അല്ലേടാ. വെരി ഗുഡ്. ഒരുപാട് പേര് ആൻസേഴ്സ് പറയുന്നുണ്ട്, വളരെയധികം സന്തോഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MCQ ഇത്രയധികം ടൈം എടുക്കുമെന്ന് വിചാരിച്ചല്ല. ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ MCQ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന വിചാരിച്ചെന്ന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഇതിൽ വൃത്തിക്കെടുത്ത് പോകാൻ പറ്റിയതും കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാനും പറ്റിയത്. ഇനിയുള്ള എല്ലാ സെഷൻസിലും, എൻ്റെ സെഷൻ എന്നല്ല, എല്ലാ ഫാക്കൽറ്റീസിൻ്റെ സെഷനിൽ ഇതുപോലെ കറക്റ്റായിട്ട് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് which among the following is not a component of blockchain? ബ്ലോക്ക് കോമ്പണൻ്റ് അല്ലാത്തതിൽ ഏത്? ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി ആണോ, ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ് ആണോ, സ്മാർട്ട് കോൺട്രാക്ട്സ് ആണോ, ഇൻക്രീസ്ഡ് ത്രെറ്റ് ആണോ? പറ. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇമ്മ്യൂട്ടബിൾ റെക്കോർഡിൽ വേരിയേഷൻസോ ചേഞ്ചസോ അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാനൊന്നും പറ്റില്ല. സ്മാർട്ട് കോൺട്രാക്ട്സിന് നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇൻക്രീസ്ഡ് ത്രെറ്റ് അവിടെ ഇല്ല. സോ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്തത് which among the following alternatives is not suited for robotic process automation tools? RPA അഥവാ ബോട്ട് എന്നൊക്കെ പറയും. റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ബോട്ടുകളാണ് അല്ലേ. അതിന് സ്യൂട്ട് ചെയ്യാത്ത കാര്യം റിപ്പീറ്റബിൾ, പ്രിഡിക്റ്റബിൾ ഇൻട്രാക്ഷൻസ് വിത്ത് IT ആപ്ലിക്കേഷൻസ്, റുട്ടീൻ, അൺപ്രിഡിക്റ്റബിൾ ഇവൻറ്റ്സ്. ഇതിൽ ഏതാണ് ഇതിന് സ്യൂട്ട് ആവാത്തത്? റിപ്പീറ്റബിൾ ഒരു പ്രശ്നമല്ല. റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ടാസ്ക് നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിഡിക്റ്റബിൾ ഇൻട്രാക്ഷൻസ് IT ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
റൂട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ പ്രശ്നം വരുന്നത് അൺപ്രിഡിക്റ്റബിൾ ഇവൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. ക്ലിയർ? അൺപ്രിഡിക്റ്റബിൾ ഇവൻറ്റിലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ശ്രദ്ധിക്കുക. അയാം ഈ സസിലു. ഓക്കെ, അൺപ്രിഡിക്റ്റബിൾ ഇവൻറ്റ്സ്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ബോട്ടുകളൊക്കെ ചിലർ ട്രേഡിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോഫ്റ്റ്വെയർ ബോട്ടുകൾ യൂസ് ചെയ്തിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മളൊരു ബോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകാറുണ്ട് ചിലരൊക്കെ. അതിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്ത പോലത്തെ ഒരു സിസ്റ്റത്തിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പോകണമെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ആ ഒരു എങ്ങനെയാണോ നമ്മൾ പ്രോഗ്രാം കൊടുത്തത് അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാൻ ഈ പറയുന്ന റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ കുറച്ച് പ്രയാസമായിരിക്കും. അതാണ് ഈ അൺപ്രഡിക്റ്റബിൾ ഇവൻറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിയറസ്റ്റ് ടൈമിൽ ഇന്ത്യ പാകിസ്ഥാൻ വാറൊക്കെ വന്ന പോലത്തെ ഒരു ഫണ്ടമെൻ്റൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവൻറ്റുകൾ വരുന്ന സമയത്ത് അത് നമ്മുടെ വർക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ഡാഷ് ഈസ് സിമിലർ ടു റെഫറൽ പ്രോഗ്രാംസ്. റെഫറൽ പ്രോഗ്രാംസിന് സിമിലറായിട്ട് വരുന്നത് ഏതാ? ഏത് മാർക്കറ്റിംഗ് മെത്തേഡാണ്? ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണോ, എഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണോ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ആണോ, കണ്ടന്റ് മാർക്കറ്റിംഗ് ആണോ? വേം പറ, പെട്ടെന്ന് പറഞ്ഞോ. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണോ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണോ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ആണോ, അതോ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണോ? വേം പറ, പെട്ടെന്ന് പറ. റെഫറൽ പ്രോഗ്രാംസിന് സിമിലർ ആയിട്ടുള്ളത് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയാറുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിമിലർ ടു റെഫറൽ പ്രോഗ്രാംസ്. റെഫറൽ പ്രോഗ്രാംസുമായിട്ട് ഏറ്റവും സിമിലർ ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ത്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് എ ഫോം ഓഫ് പെയ്ഡ് അഡ്വർടൈസിംഗ് ദാറ്റ് അലോസ് മാർക്കറ്റിംഗ് ടീംസ് ടു എസെൻഷ്യലി പർച്ചേസ് ട്രാഫിക് ടു ദെയർ വെബ്സൈറ്റ്. അതായത് ലൈക്ക് അവരുടെ സൈറ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണോ, അല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണോ, അല്ല പേപ്പർ ക്ലിക്ക് ആണോ, അതോ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണോ? ഞാൻ പറ. പേപ്പർ ക്ലിക്ക് അല്ലേ? ഓരോ ക്ലിക്കിനും പൈസ കൊടുത്തിട്ട് മാക്സിമം ട്രാഫിക് നമ്മുടെ സൈറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോർകാസ്റ്റിംഗ് ദ വെദർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പെട്ടെന്ന് പറ. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി. അപ്പോഴും ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ് ഇത് ഇനിയും വരുന്നുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ എന്ന്. ഞാൻ പറ. നാരോ എ ആണോ, ജനറൽ എ ആണോ, ഒരു ഹ്യൂമൻ ലെവൽ അല്ലെങ്കിൽ സൂപ്പർ എ ആണോ? ഞാൻ പറ, പെട്ടെന്ന് പറ. അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് ആണോ? പെട്ടെന്ന് പറ. എനിക്ക് തന്നെ ചാറ്റ് ബോക്സും നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പലരുടെ ആൻസേഴ്സ് എനിക്ക് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. നാരോ എ അല്ലേ? നാരോ എയിൽ ഉത്തരം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? അതങ്ങനെ തന്നെ പഠിച്ചു പോയിക്കോ. ഫോർകാസ്റ്റിംഗ് ദ വെദർ എന്ന് പറയുന്നത് നാരോ എയുടെ എക്സാമ്പിളാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് വരാനൊക്കെ സാധ്യതകളുണ്ട്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് MCQ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ? MCQ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻസാണ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തതിനേക്കാളും കുറച്ചധികം സമയം ആക്ച്വലി MCQക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ്റെ മാത്രം സെഷൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന സജസ്റ്റഡ് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമൊക്കെ ഭയങ്കര വാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഭയങ്കര വാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഈവൻ അതിൻ്റെ ഒരു സജസ്റ്റഡ് ആൻസർ നിങ്ങളുടെ കയ്യിൽ മുന്നേ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഉത്തരം ആ സമയത്തിനുള്ളിൽ ചിലപ്പോൾ എഴുതി തീർക്കാൻ പറ്റില്ല. അത്ര അധികം ഭയങ്കര വാസ്റ്റായിട്ടാണ് ചിലപ്പോൾ ഒരു ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും കണ്ട് വെറീഡ് ആവണ്ട. ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്രയാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചേഞ്ച് വരുത്തിയിട്ട് തന്നെ ആ സെഷൻ കണ്ടക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുകയാണ് പോയിന്റ്. ഇവിടെ നിന്ന് ഈ പോയിന്റ് അങ്ങ് തുടങ്ങിയിട്ട് ഇവിടെ വരെ വന്ന്
ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കോമൺ എലമെൻറ്റ്സ് ഓഫ് ഡിജിറ്റൽ സ്ട്രാറ്റജിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കോമൺ എലമെൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ചെറിയൊരു ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അൺനെസസറിയാണ്. ആശിഷ് ചോദിച്ചിട്ടുണ്ട് ഏത് ചാപ്റ്ററാണ് ജൂൺ 2025 ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ആശിഷ്, നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. 4 ചാപ്റ്റേഴ്സ് എസ്എമ്മിൽ വരുന്നതിൽ 4നും ഈക്വൽ വെയിറ്റേജ് ആണ്. 10, 10, 10, 10 അങ്ങനെ 4നും ഈക്വൽ വെയിറ്റേജസ് ആണ് വരുന്നത്. പിന്നെ 3 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയുന്ന പോലെ പഠിച്ച ഏറ്റവും മുതലാവുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ ചാപ്റ്റർ 4 ഡിജിറ്റൽ സ്ട്രാറ്റജി. കുറച്ചേ പഠിക്കാനുള്ളൂ, എന്നാൽ ബാക്കിയുള്ള ചാപ്റ്ററിനൊക്കെ ഉള്ള പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബിഗ് ഡാറ്റ, ക്ലൗഡ് സ്റ്റോറേജ്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ആയിട്ട് വളരെ കുറഞ്ഞ ഏരിയാസ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ യൂഷ്വലി നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റീവ്, ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ക്ലിയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സാമിന്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായില്ലേ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 4. ക്ലിയർ? 1, 2, 3 ഒക്കെ ഓക്കെയാണ്, പക്ഷേ അതിന് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബിഗ് വോളിയം ഉണ്ട്. ആ ഒരു വോളിയം കവർ ചെയ്യുമ്പോഴാണ് അത്രയും വെയിറ്റേജ് കിട്ടുന്നത്. അതിനർത്ഥം ചാപ്റ്റർ 4 മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതല്ല, അത് ഭയങ്കര ബ്ലണ്ടറായിരിക്കും. 4 ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ 100% കവറേജ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ചാപ്റ്റർ ഐ വുഡ് സേ ചാപ്റ്റർ 4 ആണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമുള്ളൊരു സെപ്പറേറ്റ് സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അതിൻ്റെ ഡേറ്റ്സ് നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ രണ്ടിലുണ്ടായിരുന്ന MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് MCQs നമ്മൾ പോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ഈ സെഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Anyway, thank you. Okay, bye.